ഹായ്. അപ്പോൾ ഇത് രാവിലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറിൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം തീ നല്ല കത്തുന്ന പോലെ തന്നെ ഞാൻ അധികം അടുപ്പിലാട്ടോ ഉണ്ടാക്കാറുള്ളത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് വന്നതാട്ടോ. കോഴിക്കോടൊന്നും നല്ലപോലെ വൃത്തിയാക്കി ഷീറ്റും കാര്യമൊന്നും കെട്ടാൻ കഴിഞ്ഞില്ല കേട്ടോ. നമുക്ക് അടുത്ത് തന്നെ കിട്ടിയ കോഴിമക്കളാട്ടോ. ഇപ്പോൾ കൂടൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഷീറ്റ് ഇട്ടതാണ്. ഇപ്പോൾ ഞാൻ ഷീറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചതാണ് കോഴിക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈർച്ചപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കൂട് നല്ല നനവ് വരും അല്ലെങ്കിൽ അപ്പോൾ ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നരാടനൊക്കെ ആയിട്ട് ഇങ്ങനെ പൊടി ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതിയിട്ട്. അപ്പം കൂട് നല്ല വൃത്തിൻ്റെ കോഴിക്കുട്ടികൾക്കും നിൽക്കാൻ നല്ല വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ പോയിട്ട് നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അവിടെ പോയിട്ട് ഈർച്ചപ്പൊടിയൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇപ്പോൾ ഞാൻ അമ്മയും കൂടെ അത് കുറച്ച് ഞാൻ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നനയാതെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കിയിട്ട് ഞാൻ കെട്ടി കോഴിക്കൂടിൻ്റെ മുകളിലേക്ക് തന്നെ കേട്ടോ വെച്ചത്. അതിന് അത്യാവശ്യം വരുമ്പോൾ അവിടെ തന്നെ എടുത്തിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ കോഴിമക്കളെ കൊണ്ടുവന്നപ്പം പറ്റ ചെറുതായി കേട്ടോ. പക്ഷേ ഈ കൂട്ടിലിട്ട് തന്നെ വളർത്തുകൊണ്ട് തന്നെ അവർക്കൊരു കാറ്റും കാര്യമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എൻ്റെ കൂടെ അടുത്ത പറമ്പിലേക്ക് ഓടി കയറി. പിന്നെ പിടിക്കാൻ വേണ്ടി ഭയങ്കര പാടാട്ടോ, നല്ല കാടും കാര്യമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ള ഈർച്ചപ്പൊടി ഞാൻ കെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ.